ഒരു മനുഷ്യൻ തുറസായ സ്ഥലത്തെ മണ്ണിലേക്കൊരു മരക്കുറ്റി തറച്ചു. എന്നാൽ ഉപരിതലത്തിന് താഴെ വളരെക്കാലമായി മറഞ്ഞുകിടന്നിരുന്ന എന്തോ ഒന്നിനെയാണ് താൻ അസ്വസ്ഥമാക്കിയതെന്ന് അവൻ അറിഞ്ഞില്ല. പെട്ടെന്നൊരു ശക്തമായ കാറ്റ് ആ പ്രദേശത്ത് വീശുകയും ആകാശത്ത് കരിമേഘങ്ങൾ നിറയുകയും ചെയ്തു. ഇതുകണ്ട് ഭയന്ന സമീപത്തുള്ളവർ അവിടം വിട്ട് ഓടി. ആ മനുഷ്യൻ പെട്ടെന്ന് കുറ്റി പുറത്തെടുത്ത് വീട്ടിലേക്ക് ഓട്ടി. അതിൽ വിചിത്രമായൊരു ചുവന്ന അടയാളമുണ്ടായിരുന്നത് അവൻ ശ്രദ്ധിച്ചില്ല. വീട്ടിലെത്തിയ അവൻ ആ കുറ്റി കഴുകി അതിൽ നിന്നുള്ള വെള്ളം സമീപത്തുള്ള ഒരു ചെടിയുടെ മണ്ണിലേക്ക് ഒഴുകിയിറങ്ങി. പിറ്റേന്ന് രാവിലെ ആ ചെടിയുടെ ഇലകൾ നിഗൂഢമായി കടും ചുവപ്പ് നിറമായി മാറി. കൗതുകം തോന്നിയ അവൻ കുറച്ച് ഇലകൾ പറിച്ച് ഒരു പാനീയമുണ്ടാക്കി കുടിച്ചു. അത് കുടിച്ചുകഴിഞ്ഞ് അധികം വൈകാതെ വീട്ടിലെ ലൈറ്റുകൾ മിന്നിമറയാൻ തുടങ്ങി. ചുറ്റുമുള്ള അന്തരീക്ഷത്തിന് എന്തോ മാറ്റം അനുഭവപ്പെട്ടു. ഉറക്കത്തിൽ നടക്കുന്നതുപോലെ അവൻ പുറത്തിറങ്ങി താൻ കുറ്റി കണ്ടെത്തിയ സ്ഥലത്തേക്ക് തിരികെ നടന്നു. അവിടെ എത്തിയപ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ശക്തമായൊരു വികാരം അവനെ കീഴ്പ്പെടുത്തുകയും അവൻ പെട്ടെന്ന് മുട്ടുകുത്തി വീഴുകയും ചെയ്തു. പിറ്റേന്ന് അവൻ ഒരു വസ്ത്രശാലയിൽ പോയി തിളക്കമുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു വസ്ത്രം ചോദിച്ചു വാങ്ങി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവനത് ഉടൻ തന്നെ ധരിക്കുകയും തന്റെ പുതിയ ലുക്കിൽ അഭിമാനത്തോടെ നോക്കി നിൽക്കുകയും ചെയ്തു. ചുറ്റുമുള്ളവരോട് തന്റെ വസ്ത്രത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയ അവൻ തന്റെ സൗന്ദര്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പരീക്ഷിക്കാനും തുടങ്ങി. അവന്റെ പെരുമാറ്റത്തിലുണ്ടായ ഈ പെട്ടെന്നുള്ള മാറ്റം കണ്ട് കുടുംബാംഗങ്ങൾ അസ്വസ്ഥരാവുകയും എല്ലാം ശരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അസാധാരണമായി ഒന്നുമില്ലെന്ന് അവൻ വാദിച്ചെങ്കിലും അവന്റെ പെരുമാറ്റം ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ വിചിത്രമായിക്കൊണ്ടിരുന്നു. ഒരു കുടുംബ അത്താഴത്തിനിടയിൽ നിസ്സാരമായ ഒരു സംഭാഷണം അപ്രതീക്ഷിതമായി വഷളായി. അസാധാരണമായ വൈകാരിക പ്രതികരണത്തോടെ അവൻ കസേര തട്ടിമറിച്ചിടുകയും ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയും ചെയ്തു. എന്തോ അസ്വാഭാവികമായ ഒന്ന് സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കുടുംബം വളരെ ആശങ്കയിലായി. ആ നിഗൂഢത മനസ്സിലാക്കാൻ വീട്ടിൽ സമാധാനവും പോസിറ്റീവ് ഊർജ്ജവും കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്ന നിരവധി പരമ്പരാഗത പ്രാദേശിക ആചാരങ്ങൾ അവർ പരീക്ഷിച്ചു. എപ്പോഴും ശാന്തമായിരുന്ന അവരുടെ പശു പോലും ആ വിചിത്രമായ അന്തരീക്ഷത്തിൽ അസ്വസ്ഥമായിരുന്നു. ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ ഓൺലൈനിൽ പ്രശസ്തരായ ഒരു സംഘം ആത്മീയ അന്വേഷകരെ അവർ സമീപിച്ചു. താമസിയാതെ ആ മനുഷ്യൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വളരെ പതുക്കെയും അപരിചിതമായ രീതിയിലുമാണ് അവൻ നീങ്ങിയത്. അന്വേഷകർ സമാധാനപരമായ ഒരു ശുദ്ധീകരണ ചടങ്ങ് ആരംഭിച്ചെങ്കിലും വീടിനു ചുറ്റുമുള്ള വിചിത്രമായ ഊർജ്ജം കൂടുതൽ ശക്തമായി. ഓരോരുത്തരായി പിൻവാങ്ങിയപ്പോൾ സംഘത്തലവൻ മാത്രം തുടർന്നു. അദ്ദേഹം ശാന്തമായി പുണ്യജലം തളിക്കുകയും ചില പുരാതന പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്തു. ആ നിമിഷം ആ നിഗൂഢത വെളിപ്പെട്ടു. താൻ മരക്കുറ്റി കണ്ടെത്തിയ സ്ഥലവുമായി ബന്ധപ്പെട്ട വിസ്മൃതിയിലായ ഒരു ആത്മാവിന്റെ ശേഷിച്ച വികാരങ്ങളാണ് ആ മനുഷ്യൻ പേറിക്കൊണ്ടിരുന്നത് എന്ന് വ്യക്തമായി. ഭാഗ്യവശാൽ ചടങ്ങ് ആ വിചിത്രമായ സ്വാധീനത്തെ നീക്കാൻ സഹായിക്കുകയും അവന്റെ സാധാരണ വ്യക്തിത്വം ക്രമേണ തിരിച്ചുവരികയും ചെയ്തു.